തുറന്നു മനുഷ്യന് പ്രഷർ എടുത്താക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നില്ല സാധനം അത് കണ്ടപ്പോ ടെൻഷൻ ആക്കിയിട്ടുണ്ട് ഇത് പറ്റുന്നുണ്ടോ അങ്ങനെ എല്ലാവരും പുറത്തോട്ട് വന്നേ. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളോട് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയതാണ്. ഞങ്ങൾ ഇതുവരെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓൾമോസ്റ്റ് റെഡി, ആഷിന് ഇതുവരെ റെഡി ആയില്ല. നമ്മൾ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുടിയൊക്കെ കറണ്ട് അടിച്ചോണ്ടിരിക്കണേ. അവർക്ക് എന്തോ റീലൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ക്യാമറമാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പോയി ഷൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. കുറേ സമയം ഇക്കച്ചി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആഷിന അവിടെ ഭയങ്കരമായ മേക്കപ്പിലാണ്. നമുക്ക് കാണാം. മേക്കപ്പ് ഇതെടുക്കണ്ടേ? അതാണോ? എന്നോട് കാജലെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് കറക്റ്റായിട്ട് രണ്ടെണ്ണം എടുത്തു കൊടുത്തു. എന്നോട് ഐലൈനർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ഏതാണ് സാധനം എന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അപ്പം ഞാനങ്ങനെ ഐലൈനർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സാധനങ്ങളെടുത്ത് കാണിക്കും. അപ്പോൾ അതല്ല എന്ന് പറയും. ഐലൈനർ സാധാരണ എനിക്ക് അറിയാവുന്നതാണ്, പക്ഷേ ഇതിൽ നിന്ന് കാണുന്നില്ല. ഇന്ന് വൈറലാക്കും. ഇന്ന് ഞാൻ വൈറലാക്കില്ല. നീ ഇതൊക്കെ കഴിഞ്ഞു അത് കയ്യിലെടുത്തോ നീ മര്യാദക്ക് പോകാൻ നോക്കും. അവിടെ പോയി ഇങ്ങോട്ട് വന്ന മുഖം ഒന്ന് കാണിച്ചേ. മുഖം ഒന്ന് കാണിച്ചിട്ട് പോടി. ഇതൊന്നും വരെ കഴിഞ്ഞില്ലേ? ടെൻഷൻ ആക്കിയിട്ടുണ്ട് ഇത് പറ്റുന്നുണ്ടോ എന്ന് ചെയ്യുള്ളൂ. എനിക്ക് പേര് കിടക്കുന്നു. ടെൻഷൻ എടുപ്പിച്ച മൊത്തം കുളമൊന്ന് നോക്കടാ. ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കണ 1 മണിക്കൂറല്ലേ ഉള്ളൂ. കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പോക്കുന്നുണ്ടാവില്ല. ബനിയൻ തിരിച്ചാണ് ഇട്ടത്. സ്പീക്കർ ബനിയൻ തിരിച്ചാണ് ഇട്ടത് ഗൈസ്. ബനിയൻ ഇട്ടപ്പം അടുത്ത തെറി എനിക്ക് കേൾക്കാതിരിക്കാൻ ഞാൻ പതിയെ വന്ന വണ്ടി കയറി കേട്ടോ. അപ്പോൾ ആഷിന് ഇപ്പോൾ ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എനിക്ക് പണികളിലാണ് ആഷിനെ. ഇപ്പോൾ നാട്ടിലില്ലടാ, വിളിക്കാത്ത ദിവസം വരുമല്ലോ ലീവ്. ഏത് വന്നോടാ? അല്ല ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടോ, ഞാൻ എടുത്തോളാം. ഞാനെൻ്റെ നാട്ടിൽ. അപ്പോൾ നീ വന്നിട്ട് കയറിക്കോ. എന്നാലും 5-ാം തീയതി പോയാലും 10-12 ആവുമ്പോഴേക്ക് ഫ്രീ ആവില്ലേ? അതെ
7-ാം തീയതി കല്യാണം, അത് കഴിഞ്ഞ് ഒരു 10-12 നമുക്ക് ഫ്രീ ആവില്ലടോ. അത് നീ ബില്ലിങ് പറയണം, നീ വേറെ ആളെ നോക്കാനാ. അതെ, നീ എന്തായാലും പറയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം എടുത്ത് നീ വരുന്നവരെ എടുക്കുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ ആളെ തപ്പുന്നുണ്ടോ? ഓക്കെ, ആയിക്കോട്ടെ. അത് ജിബി പറയും. അത് മറ്റേ സ്ഥാനത്ത് വേണം. അയച്ചു തരാനാ പറയുന്നത്. ഞങ്ങൾ വണ്ടി എടുത്ത് 2-3 സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി നോക്കിയെങ്കിലും പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. മൊത്തം വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിനടുത്തേക്കുള്ള സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഞാൻ തുറന്നു കൊടുക്കുന്നത് മനുഷ്യന് പ്രസവം എഴുതാക്കാൻ വേണ്ടിട്ട്. ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നില്ല സാധനം. അത് കണ്ടപ്പോ തൊട്ട് ഇങ്ങനെ പറയുന്നില്ല. പിന്നെ വെറുതെ എന്റെ ഒറ്റ വന്നില്ല. ഒരുങ്ങി ഇങ്ങനെ നടന്നോളാം. ഇതിന്റെ അപ്പോൾ ഒരുപാട് നേരത്തെ ഷൂട്ടും റീഷൂട്ടിനും വഴക്കിനൊക്കെ ഇടയിൽ നമ്മൾ റീഷൂട്ട് കഴിഞ്ഞിട്ടോ. ഇത് ഭയങ്കര വേഗത്തിൽ ബാക്കോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ വള്ളിച്ചെരുപ്പാണ് ഇട്ടിട്ട് വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വേഗം പോകുമ്പോൾ ഞാൻ സ്ലിപ്പായി വീഴുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് ഊരിട്ടതാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചിക്കൻ ചാറ് ബീഫ് ചാറൊക്കെ പോലത്തെ വെള്ളമാണ് ഇവിടെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അടുത്തുള്ള കഴുകി പഠിച്ചു. അവിടെ ഇല്ല, അവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. നിങ്ങൾ കഴിച്ചോ?